ഹായ് ഹലോ നിഷി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. എന്തൊക്കെ എല്ലാവരുടെ വിശേഷം? സുഖമാണോ? നമ്മളിവിടെ അൽഹംദുലില്ലാ കുഴപ്പമില്ലാണ്ട് പോകുന്നു. ചെറിയ ചെറിയ അസുഖങ്ങൾ, അതായത് നമ്മൾ ആ സൗണ്ട് അങ്ങോട്ട് പഴയ ലെവലിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല. എന്താ ചെയ്യാം, വരുമായിരിക്കും അല്ലേ. ഏകദേശം ഒരു മാസം ആവാറായി. അയാൾ വരാൻ കുറച്ച് താമസമാണ്, പക്ഷെ നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പം ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ മോളുടെ അതായത് നമ്മൾ ഡിഗ്രി ഫൈനൽ എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മൾ അവളെ കോളേജിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞങ്ങളിതാ മലപ്പുറം ജില്ലയിൽ മമ്പാട് MES കേട്ടിട്ടുണ്ടാവും. ഓട്ടോണമസ് കോളേജാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ നിന്ന് അതിന് മാത്രം ദൂരമൊന്നും അതിനില്ല, പക്ഷെ നമ്മളെ ഈ ഉള്ളോട്ടുള്ളൊരു ചെറിയ ഗ്രാമമായതുകൊണ്ട് തന്നെ നമുക്ക് ബസ്സിൻ്റെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവളവിടെ ഹോസ്റ്റലിലാക്കിയത്. ഇന്ന് 3 വർഷമായി. ഇങ്ങനെ അവൾ ആ കലാലയ ജീവിതം അവസാനിപ്പിച്ചെന്ന് പോരുകയാണ് കേട്ടോ. ഞാൻ ഈ പോകുന്ന വഴിയിലൊക്കെ നമ്മൾ അനുഭവിച്ച ഒരുപാട് ആ അനുഭവങ്ങളുണ്ടല്ലോ, സ്കൂൾ ജീവിതങ്ങൾ കഴിഞ്ഞതും പിന്നീട് അവരെ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളൊക്കെ ഞാനിങ്ങനെ മക്കളോട് പറയുമായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഇനി നിങ്ങൾക്കും വരാനുണ്ട്. പക്ഷെ നമ്മൾ അനുഭവിച്ചത്ര ആ ഒരു ഫീൽ ഇവർക്ക് കിട്ടണം എന്നില്ല. കാരണം നമ്മളെന്ന് വെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ എന്താ പറയുക, സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞ ഒരു കലാലയം എന്തൊക്കെ പറഞ്ഞു കൊടുത്ത് നമുക്ക് പറഞ്ഞാൽ തീരില്ല അല്ലേ. പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്ര ഓർമ്മകൾ നമ്മളെ മനസ്സിലുണ്ട് അല്ലേ. ഇനി ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്ത ആ കാലത്തിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോവാം. ഞാൻ മക്കളോട് പറഞ്ഞത് നിങ്ങളോടും കൂടിയും പറയണു. ഇഷ്ടമാവുന്നവരൊക്കെ ഒന്ന് എന്താ അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, പിന്നെ കൂട്ടുകാരൊന്നിച്ച് നമ്മൾ ഒരുപാട് നേരം നമ്മൾ സംസാരിച്ചിരിക്കും. നമുക്ക് തീരാറില്ല ആ സമയത്ത്. അതുപോലെ തന്നെ നമ്മൾ എന്തായിട്ടും കൊച്ചു കൊച്ചു കാശുകളൊക്കെ നമ്മളെല്ലാവരും പിരിവിട്ടിട്ട് മിഠായി എന്തെങ്കിലും വാങ്ങിയിട്ട് മൊത്തം ക്ലാസ്സിൽ നമ്മളത് എന്താ ചെയ്യുക, നുള്ളി പൊറുക്കിയിട്ടുണ്ടാക്കിയ ക്യാഷ് കൊണ്ട് ഉണ്ടാക്കിയ മിഠാക്കി നമ്മളെല്ലാവരും പങ്കിട്ട് കഴിച്ചതൊക്കെ ഞാൻ മക്കളോട് ഷെയർ ചെയ്ത് കൊടുത്തു. അതേപോലെ ടീച്ചേഴ്സിൻ്റെ വഴക്ക്, അസൈൻമെൻറ്റ്, റെക്കോർഡ്, എക്സാമിനേഷൻ, പിന്നെ ഓണ പരിപാടികൾ, അതേപോലെ ആർട്സ്, ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രണയങ്ങൾ, ഫ്രണ്ട്ഷിപ്പ്, എല്ലാം ഒത്തിണങ്ങിയ ഒരു ജീവിതം അല്ലേ. പറഞ്ഞാൽ തീരില്ല അത്ര ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആ ഒരു നിമിഷം. അവസാനം ഒരു ഫ്ലാഷ് ലൈറ്റിൻ്റെ വിളിച്ചത് ഇതാണ് കേട്ടോ. മമ്പാട് MES കോളേജിൻ്റെ ഒരു കവാടാണ് നമ്മളാ കണ്ടത്. ഒരുപാട് നിബന്ധനകളുണ്ട് നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറി. ഇതാണ് കേട്ടോ എൻ്റെ മോള്. അവർക്ക് നമ്മൾ വെക്കേറ്റ് ചെയ്ത് ചെല്ലുമ്പോൾ നമുക്ക് അതായത് നമ്മൾ അവിടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് നിയമങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പൂർത്തിയാക്കിക്കണമെന്നൊക്കെ അവരൊന്ന് നോക്കും. കാരണം ഇവള് റൂമുകളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടോ, അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ചെയ്യാൻ. അതൊക്കെ ചെയ്യുന്ന ഇടയിൽ കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തട്ടോ. ഈ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഒരു കാട്ടിൽ പോയ പോലെ, അതേപോലെ മരങ്ങൾ കൊണ്ട് ഇങ്ങോട്ട് ഭംഗിയാക്കിയിട്ടുള്ളൊരു കോളേജാണ്. അതായത് ഓരോ മരത്തിനും അതിൻ്റെ പേരുകൾ വരെ അതിന് അവർ തൂക്കിയിട്ടിട്ടുണ്ട്. അത്രയും സുരക്ഷിതത്തോടെ അവർ കൊണ്ട് നടക്കുന്നത് ആ കോളേജിൻ്റെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എന്താ പറയുക, ഒരു കഴിവ് തന്നെയാണ് നമ്മൾ പറയാനുള്ളത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ അവസാനം ഒരു ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ അവസാനം കുത്തി നിറച്ച ബെഞ്ചുകൾക്കിടെ അടിയിലൊക്കെ നമ്മൾ പേരുകൾ എഴുതി, ചുമരുമ്മലൊക്കെ പേരുകൾ എഴുതി, ആ ലാസ്റ്റത്തെ ആ ഒരു ദിവസം കരഞ്ഞ് കെട്ടിപ്പിടിച്ച് പോരുമ്പോൾ നമ്മളുണ്ടാക്കുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, അത് വല്ലാത്തൊരു സങ്കടമാണ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ക്ലാസ്മേറ്റ് സിനിമയിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മളൊക്കെ പല പല ഫീൽഡിൽ എത്തിയിട്ടുണ്ടാവും. എന്നാലും ആ പഴയ കൊച്ചു കുട്ടികളായിട്ട് മാറും നമ്മൾ കുറച്ച് നേരം. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിരിഞ്ഞു പോരാൻ പറ്റാത്തൊരു സങ്കടമായിരുന്നു പിന്നീട്. അതിന് മാത്രമല്ല, നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു എന്ന് നമ്മളപ്പോൾ ആലോചിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞേ, ഈ ജീവിതം നിങ്ങൾക്ക് ഇപ്പോൾ അത് വലിയ ഒരു അത്ഭുതമായിട്ട് തോന്നില്ലെങ്കിലും
ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്കത് മനസ്സിലാവാൻ പറ്റുക. അമ്മ അത് അനുഭവിച്ചതാണെന്നൊക്കെ ഞാൻ മോളോട് പറഞ്ഞത്. അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഫ്രണ്ട്സ് നല്ലൊരു ക്യാമ്പസാണ് കേട്ടോ അത്. നമുക്കിതൊന്ന് ഒരുപാട് കാണാനുണ്ട്. ഒരു ലോകം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ കണ്ട് കയറിയാൽ. അപ്പം മമ്പാടി MES കാണാത്തവർക്കായിട്ടൊന്ന് ജസ്റ്റ് കാണാനും ആയല്ലോ അല്ലേ. അപ്പം ഞാൻ പറയണത് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും അല്ലേ. ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. അതായത് അവരോട് നമുക്ക് അവരുടെ മുന്നിൽ എന്താ പറയുക, നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കളെ നമുക്ക് നമ്മളെ സ്കൂൾ ജീവിതത്തിൽ നിന്നാണ് കിട്ടുക. അതായത് നമ്മൾ പലരുടെ മുന്നിൽ നമുക്ക് നമ്മുടെ മുഖം കാണിക്കാൻ പറ്റാത്തതുണ്ടാവും. ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ ദാമ്പത്യ ജീവിതമാണെങ്കിലും വേറെ എന്ത് ലോകത്തേക്ക് നമ്മൾ പോയാലും പലരുടെ മുന്നിൽ നമുക്കൊരു കൺസിഡറേഷനോട് കൂടിയാണ് നമ്മൾ നിൽക്കുക. പക്ഷേ നമ്മൾ സുഹൃത്തുക്കളെ മുന്നിൽ നമുക്ക് നമ്മളായി നിൽക്കാൻ എപ്പോഴും കഴിയും അല്ലേ. അവരുടെ മുമ്പിൽ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നവരുണ്ടാവും അല്ലേ. നമ്മുടെ സുഹൃത്തുക്കൾ എന്താ പറയുക, ഞാൻ പറയും ഒരു പുസ്തകം, ഒരു നല്ല പുസ്തകം 100 കൂട്ടുകാർക്ക് തുല്യമാണെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ നമ്മുടെ സുഹൃത്തിനെയും നമ്മളെ ശത്രുക്കളായിരിക്കും. നമുക്കുണ്ടാകുന്ന ശത്രുക്കൾ നമ്മളെ സുഹൃത്തിൻ്റെയും ശത്രുക്കൾ. ഇതുവരെ കോളേജിൻ്റെ ഒരു എന്താ പറയുക ഗ്രൗണ്ട് അതുപോലെ ഒക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീല് ലഭിക്കുന്ന അതുപോലത്തെ ഒരു പഴയ കെട്ടിടങ്ങൾ, അത് ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ഒരു 2 മണിക്കൂർ ഞാൻ പഠിച്ചിരുന്ന കാലത്തേക്ക് പോയി. അതുപോലെ നിങ്ങൾക്കും പറ്റുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് അഭിപ്രായം എല്ലാവരും പറയട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നല്ലൊരു സുഹൃത്തുക്കൾക്ക് ഒരു 5 ലക്ഷണങ്ങൾ ഞാൻ പറയാം. അങ്ങനത്തെ ഒരു സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നീ പറയണം കേട്ടോ. അതായത് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ, ഒരു നല്ല സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്തായിരിക്കും. ഏത് ആപത്ത് ഘട്ടത്തിലാണെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്തായിരിക്കും നമ്മളെ നല്ലൊരു സുഹൃത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണമായിട്ട് നമ്മൾ പറയുന്നത്. നമുക്കുള്ള തെറ്റുകളൊക്കെ ചൂണ്ടിക്കാട്ടാൻ പറ്റും, ഒക്കെ പറ്റും. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ, ഒരു നല്ല സുഹൃത്ത് നമ്മളെ റെസ്പെക്റ്റ്, അതായത് നമുക്കൊരു പരിഗണന നൽകുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, അതായത് നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതായത് ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിലും ഒരു ആത്മസുഹൃത്ത് എന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ അവോയ്ഡ് ചെയ്യില്ല, എപ്പോഴും നമ്മളെ കൂട്ടിപ്പിടിക്കാൻ ശ്രമിക്കും. അതേപോലെ തന്നെ നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, എത്ര തിരക്കുണ്ടെങ്കിലും, ഒരുപാട് തിരക്കുള്ള ആളാണെങ്കിലും നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി നീ എവിടെയാടാ, അല്ലെങ്കിൽ നമ്മളെ കണ്ടുപിടിക്കാൻ എവിടെയെങ്കിലും ശ്രമം നടത്തുന്ന ഒരാളായിരിക്കും നമുക്കുള്ള നാലാമത്തെ ലക്ഷണം പറയുന്നത് ഞാൻ കേട്ടോ. അതുപോലെ തന്നെ അഞ്ചാമത്തെ ലക്ഷണം പറയുന്നത്, അവരെ അടുത്ത് നിന്ന് നമുക്കൊരു പോസിറ്റീവ്, നമുക്ക് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ ഓരോ മരത്തുമ്പലും കണ്ടില്ലേ നിങ്ങൾ, ഒരുപാട് എല്ലാ മരത്തിൻ്റെ പേരുകളും അവിടെ ബോർഡാക്കി തൂക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്കിതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു ക്യാമ്പസിന്, വേറെ എവിടെയെങ്കിലും ക്യാമ്പസിൽ ഇങ്ങനെ ഉണ്ടോയെന്നറിയില്ല എനിക്ക് കേട്ടോ. അക്വേറിയം എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നമുക്ക് അവരുടെ അടുത്തുനിന്ന് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. നമുക്ക് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ സങ്കടങ്ങൾ, വിഷമങ്ങളൊക്കെ, നമുക്ക് ഏത് വഴിക്കാണ് പോകുന്നതെന്ന് അറിയില്ല. അവളോടൊന്ന് സംസാരിച്ചാൽ എനിക്ക് കുറേ ഒരു മനസ്സൊക്കെ റിലാക്സ് കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒക്കെ ഒരു അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കോളേജ് ക്യാമ്പസും ഇതിനെക്കുറിച്ച് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് എന്താ പറയുക, ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ ക്യാമ്പസിൻ്റെ ഉള്ളിൽ കൂടി ഞാനിങ്ങനെ കുറേ നടന്നു. എൻ്റെ ഫ്രണ്ട്സുകളെ ആലോചിച്ചിട്ട് എനിക്കുണ്ട് കേട്ടോ അതുപോലത്തെ ഓരോ ഫ്രണ്ട്സുകൾ. ഞങ്ങൾ ഒരുമിച്ച് കാണാറുണ്ട്, ഇപ്പോൾ വിളിക്കാറുണ്ട്. എനിക്ക് അവരായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് സമയം പോകുന്നത് നമുക്ക് അറിയേയില്ല, അതാണ് പ്രത്യേകത. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ ബൈ. അപ്പം മമ്പാടി MES കോളേജിൻ്റെ ഉൾവശങ്ങളാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ച് തരുന്നത് കേട്ടോ. കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. ഇതാണ് കേട്ടോ ഹോസ്റ്റൽ. അപ്പോൾ നമ്മൾ ഇനി ഹോസ്റ്റലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോട്ടോ എടുക്കാൻ പാടില്ല. അപ്പോൾ ഓക്കെ ബൈ. അവസാനമായിട്ട് ഞാൻ ഒന്നുകൂടി പറയട്ടെ, അതായത് ഇത്രയേറെ ഓർമ്മകൾ സമ്മാനിച്ച നമുക്ക് വേറെ എന്ത് ഓർമ്മകളാണ് ഇനി നമ്മളിൽ തളിർക്കാനുള്ളത് അല്ലേ. ഓക്കേ.